ഈശോമിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. സ്നേഹമുള്ളവരെ, നമ്മളെല്ലാവരും ഈ വർഷത്തെ ദൈവകരുണയുടെ തിരുനാളിനായിട്ട് സന്തോഷത്തോടെ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം വിനയം ദൈവകരുണയിലേക്കുള്ള വഴി എന്നുള്ളതാണ്. വിശുദ്ധ ഫൗസ്റ്റിന പുണ്യവതിയോട് ഈശോ ഈ ദൈവകരുണയെ കുറിച്ചുള്ള കാര്യങ്ങൾ ദർശനത്തിലൂടെയൊക്കെ വെളിപ്പെടുത്തുമ്പോൾ, ഒരുപാട് പഠനങ്ങളിലൂടെ വിശുദ്ധ ഫൗസ്റ്റിനയ്ക്ക് വെളിപ്പെടുത്തുമ്പോൾ ഈശോ പറയുന്നുണ്ട്, ദൈവകരുണ എന്ന് പറഞ്ഞാൽ ആഴമേറിയ ഒരു കടൽ പോലെ സമൃദ്ധമാണ്. അത്രമാത്രമുള്ള ഈ ദൈവകരുണയില് ഓരോ തരം ആത്മാക്കളെ നീ മുക്കിയെടുക്കുക എന്നൊക്കെ ദൈവകരുണയുടെ നൊവേനയിൽ നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്. ഈശോ പറയുകയാണ്, ദൈവകരുണ എന്ന് പറഞ്ഞാൽ ആഴി പോലെ സമൃദ്ധമാണ്. ഇത്രയും അഗാധമായിട്ടുള്ള ഈ ദൈവകരുണ ആർക്കൊക്കെ സ്വീകരിക്കാനായിട്ട് സാധിക്കും? ഈശോ പറയുന്നു, അത് വിനയമുള്ള ആത്മാക്കൾക്കാണ് ദൈവകരുണ ആവോളം നുകരാനായിട്ട് സാധിക്കുക, അല്ലെങ്കിൽ എളിമയുള്ള ആത്മാക്കൾക്കാണ് ദൈവകരുണ ആവോളം നുകരാനായിട്ട് സാധിക്കുക. എങ്ങനെയാണ് എളിമയുണ്ട് ഒരു ആത്മാവിനെന്ന് മനസ്സിലാക്കുക? സാധാരണ രീതിയിൽ നമുക്കറിയാം, എളിമയുടെ നേരെ ഓപ്പോസിറ്റുള്ള ഒരു പാപം എന്ന് പറഞ്ഞാൽ അത് അഹങ്കാരമാണ്. അഹങ്കാരമുള്ള ഒരു ആത്മാവ് ഇപ്രകാരം പറയും, എനിക്ക് ആരുടെയും ആവശ്യമില്ല, എനിക്ക് ആരുടെയും സഹായമില്ല, എനിക്ക് എല്ലാം ഉണ്ട്, എല്ലാം എനിക്ക് ചെയ്യാനായിട്ട് സാധിക്കും. പക്ഷെ ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് എളിമയുള്ള ഒരു ആത്മാവ് എന്ത് പറയും? ദൈവമേ, എനിക്ക് നീ ഇല്ലാതെ എനിക്ക് ഒന്നും ചെയ്യാനായിട്ട് സാധിക്കില്ല, നീ വിത്തൗട്ട് യു ഐ എം സീറോ, അല്ലെ, നീ ഇല്ലാതെ എനിക്ക് ഒന്നും ചെയ്യാനായിട്ട് സാധിക്കില്ല. അതുകൊണ്ട് ഈശോയെ ഞാൻ അങ്ങനെ ശരണപ്പെടുകയാണ്. ജീസസ്, ഐ ട്രസ്റ്റ് ഇൻ യു. അതാണ് ഈശോ ഫൗസ്റ്റിന പുണ്യവതിയോട് ദൈവകരുണയുടെ ഛായാചിത്രം വരയ്ക്കാനായിട്ട് പറഞ്ഞപ്പോൾ അതിന്റെ അടിയിൽ ഇപ്രകാരം എഴുതി വയ്ക്കാനായിട്ട് പറഞ്ഞത്, ജീസസ്, ഐ ട്രസ്റ്റ് ഇൻ യു. കാരണം എളിമയുള്ള ഒരു ആത്മാവിനാണ് ദൈവകരുണ ആവോളം നുകരാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇപ്പോൾ എളിമയുള്ള ഒരു ആത്മാവ് ചെയ്യേണ്ട ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ബലഹീനതകളെ ഒന്ന് ഏറ്റുപറയുക എന്നുള്ളതാണ്. ദൈവസന്നിധിയിൽ നമ്മുടെ ബലഹീനതകൾ നമ്മൾ അംഗീകരിച്ച് അതിനുശേഷം ദൈവത്തിന്റെ കരുണ നമ്മൾ ആഗ്രഹിച്ച് നമ്മൾ ചോദിച്ചു വാങ്ങണം എന്നാണ് പറയുന്നത്. ദൈവകരുണ, എളിമയുള്ള ഒരു ആത്മാവ് ദൈവസന്നിധിയിൽ വന്നിട്ട് ദൈവകരുണ നമ്മൾ ചോദിച്ചു വാങ്ങുകയാണ്. ഈ ദൈവകരുണ കിട്ടി കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? ഈശോ പറയണം, അത് മറ്റുള്ളവരുമായിട്ട് നീ പങ്കുവയ്ക്കണം. അതെങ്ങനെയാണ് പങ്കുവയ്ക്കേണ്ടത്? ഈശോ വിശുദ്ധ ഫൗസ്റ്റിനയ്ക്ക് വെളിപ്പെടുത്തി കൊടുക്കുകയാണ്. അത് നിന്റെ വാക്കുകളിലൂടെ, പ്രവൃത്തിയിലൂടെ, പ്രാർത്ഥനയിലൂടെ മറ്റുള്ളവർക്ക് നീ പങ്കുവെച്ചു കൊടുക്കണം. ഇന്നത്തെ ദിവസം നമ്മൾ ഈ വിനയത്തെ കുറിച്ച് ചിന്തിക്കുമ്പോൾ, വിനയമാണ് അല്ലെങ്കിൽ എളിമയാണ് ദൈവകരുണയിലേക്കുള്ള വഴി എന്ന് ചിന്തിക്കുമ്പോൾ നമ്മൾ ചെയ്യേണ്ട 3 കാര്യങ്ങൾ ഇതാണ്. ഒന്ന്, ദൈവസന്നിധിയിൽ ശാന്തമായിരുന്ന് നമ്മുടെ ബലഹീനതകൾ ദൈവത്തിനോട് ഏറ്റുപറയണം. ദൈവമേ, ഇന്ന മേഖലയിൽ ഞാൻ ബലഹീനനാണ്, അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തിൽ ഇന്ന മേഖലകളിലൊക്കെ എനിക്ക് വീഴ്ച പറ്റുന്നുണ്ട് ഈശോയെ, പക്ഷെ എനിക്ക് ഉറപ്പാണ്. രണ്ടാമതായിട്ട് നമ്മൾ ചെയ്യേണ്ടതാണ്, രണ്ടാമതായിട്ട് ദൈവത്തിന്റെ ഈ കരുണ നമ്മൾ ചോദിക്കണം എന്നുള്ളതാണ്. നമ്മൾ ഇപ്രകാരം പ്രാർത്ഥിക്കണം, ഈശോയെ, എനിക്ക് ഉറപ്പാണ് ഈ മേഖലകളിലൊക്കെ ഞാൻ വീക്കാണെങ്കിലും, ഞാൻ ബലഹീനനാണെങ്കിലും നിന്റെ കരുണ മതി എനിക്ക് നന്നായിട്ടൊന്ന് കയറി വരാനായിട്ട്. ഈശോയെ, നിന്റെ കരുണ എനിക്ക് വേണം. അത് നമ്മൾ പ്രാർത്ഥിക്കണം. ഇത് മൂന്നാമതായിട്ട് ഈശോയുടെ ഈ കരുണ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? അത് പ്രാർത്ഥനയിലൂടെ, പ്രവൃത്തിയിലൂടെ, വാക്കുകളിലൂടെ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കണം. അങ്ങനെ വിനയമുള്ള, എളിമയുള്ള ഒരു ആത്മാവായിട്ട് ദൈവസന്നിധിയിലേക്ക് കടന്നു ചെന്ന് ദൈവകരുണ ആവോളം സ്വീകരിച്ച് അത് മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കാനായിട്ടുള്ള വലിയ കൃപയ്ക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കും.